ഈ ദുനിയാവിലെ മനുജനായി പിറന്ന ഉന്നതനാം ഈ റഹ്മാനെ ഉണ്ട് പ്രിയ കൽബിലൊരാശ നിൻ കൂടെ വാണിടുവാൻ. ഒരു 2000 പരസ്യോഗം ഞാൻ എൻ്റെ കാലയളവിൽ, എൻ്റെ ജീവിത കാലയളവിൽ ഞാൻ നടത്തിയിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. ഞാനങ്ങനെ പരസ്യം ചെയ്യുകയോ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് ഞാൻ വിചാരിച്ചു കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഈ സുവിശേഷ ദൗത്യവുമായിട്ട് പോകണം എന്നുള്ളൊരു വലിയ ചിന്തയാൽ എൻ്റെ ഭാര്യയൊന്നും വീട്ടിൽ പോകത്തില്ലടി, നിന്നെക്കൂടെ ഞാൻ വേണേ തരാടി പറഞ്ഞ് ആ പുള്ളിക്കാരനെ എന്നെ കൊണ്ട് കുടിപ്പിച്ചേ അടങ്ങും. അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഈ വശത്ത് എൻ്റെ ഈ വശത്ത് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് ബാക്കി പാടും. അത് കേട്ടതൊക്കെ ദേഷ്യം വന്നിട്ട് അപ്പുറത്ത് വരും, കുപ്പി ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്ന് നടി കുടിക്കടി എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ പിന്നെ നിൽക്കും. ഇറങ്ങിയേക്കോ അവളുമാരൊക്കെ ഇത്ര നാൾ ഇവന്മാരെ എല്ലാം ഞങ്ങൾ അടിച്ച് ഒതുക്കി വെച്ചേക്കാം, ഇപ്പൊ അവന്മാരെല്ലാം അവളുമാരെ പറഞ്ഞു വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വന്ന് പറയും. അവളുമാരെ പറഞ്ഞു വിട്ടേക്കാം, അവന്മാരെല്ലാം ഞാൻ ശരിയാക്കി അവന്മാരെയല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതന്നെ വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുക, ഞങ്ങളെല്ലാം ഇപ്പൊ അങ്ങോട്ട് ക്രിസ്ത്യാനിയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചെവിക്കീഴി വന്ന് പറയും. ആന്റിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയം ഉണ്ടെന്ന്? ഉണ്ട്. നിങ്ങൾ കോട്ടയത്ത് താമസിക്കും പോലെ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്, നിങ്ങളെ ഒരുമിച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ തിരുവല്ലയിൽ താമസമാക്കിയപ്പോൾ മുതൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരികയും സന്തത സഹചാരിയായിരുന്നല്ലോ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും എന്നെ സഹകരിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ആയിരുന്നത് കൊണ്ട് ഇപ്പോഴും നമ്മൾ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കുന്നു. ഇത്രയൊക്കെ പരിചയം ഉണ്ടെങ്കിലും എനിക്ക് ആന്റിയോടുള്ള ഏറ്റവും വലിയ ബഹുമാനവും സ്നേഹവും എന്ന് പറഞ്ഞാൽ ആന്റി ഏറ്റവും കൂടുതൽ ഈ പരസ്യയോഗങ്ങൾ നടത്തുന്നതിനെ കുറിച്ചാണ്. ഇങ്ങനെ ഈ പരസ്യയോഗങ്ങൾ നടത്താനൊന്നും ഭയമൊന്നും തോന്നിയിട്ടില്ലേ? ഈ പരസ്യയോഗം എന്ന് പറയുമ്പോൾ കവലകളിലൊക്കെ ധാരാളം പേരിങ്ങനെ പരസ്യയോഗങ്ങൾ നടത്താറുണ്ട്. എല്ലാം ഞാൻ പണ്ടുപോലെ നടത്തി കണ്ടിട്ടുള്ളത് പുരുഷന്മാരാണ് കൂടുതൽ അതിന് മുൻകൈ എടുക്കാറുള്ളത്. അപ്പോൾ സ്ത്രീകൾ ഇത് പലപ്പോഴും അങ്ങ് നാണിക്കും. ഒന്നിലവർ നാണിക്കും, അതല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയുള്ള സമയം കണ്ടെത്തത്തില്ല, അതല്ലെങ്കിൽ അവർക്ക് പേടി, ഏതെല്ലാം കാരണവശാൽ അവരിങ്ങനെ മുമ്പിൽ വരാൻ പലപ്പോഴും മടിക്കും. എന്നാൽ ഇന്ന് നമ്മൾ കേരളത്തിലേക്ക് ഇന്നേക്കൊരു 25 വർഷങ്ങൾക്ക് മുൻപ്, ഒരു ഏകദേശം 26 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സഹോദരി സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. ഉദാഹരണമായിട്ട് നമ്മളുടെ ഓഫീസുകളിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലികളിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, എല്ലാ നിലകളിലും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമായി. അതുമാത്രമല്ല സ്ത്രീ ശക്തി, അയൽക്കൂട്ടം, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. അവരെ ഇപ്പോൾ ആ കാലങ്ങളിൽ തുടങ്ങിയതാണ്. ഒരു വീട്ടിൽ പോലും ഒരു ജോലി ചെയ്യാൻ അവരെ കിട്ടുന്നില്ല. കാര്യം ഗവൺമെൻറ് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രാധാന്യവും കൊടുത്ത് അവരെ മുമ്പിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കർത്താവിനെ സാക്ഷീകരിക്കാൻ, അല്ല നമ്മളെ സൃഷ്ടിച്ചവനും നമ്മെ വീണ്ടെടുത്തവനുമായ കർത്താവിനെ ഒന്ന് ഉയർത്തുവാനോ ഒന്ന് സാക്ഷിക്കുവാനോ എല്ലാവർക്കും മടി അല്ലെങ്കിൽ പേടി, അവർ മുൻപോട്ട് വരാത്ത ഒരു കാലയളവുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇത്രയും വലിയ പ്രാധാന്യം സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നു, എവിടെ ചെന്നാലും അവർക്ക് മുൻസ്ഥാനമുണ്ട്, എങ്കിൽ പിന്നെ കർത്താവിനെ സാക്ഷിക്കാൻ എന്തുകൊണ്ട് സ്ത്രീകളായ നമുക്ക്, സഹോദരിമാരായ നമുക്ക് ഇറങ്ങിക്കൂടാ എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിലുണ്ടായി. അതുമാത്രമല്ല കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, യേശു പ്രത്യക്ഷപ്പെട്ടു, സഹോദരിയോട് പറഞ്ഞു, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പേടിച്ച് പോയി പാത്തിരിക്കുന്ന ആ സഹോദരന്മാരോട് പോയി, എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന സഹോദരന്മാരോട് പോയി മറിയേ എന്നും പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ച് വിട്ടത് സഹോദരിയാണ്, സഹോദരിമാരായ ഞങ്ങളെയാണ് എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായി. ആ കാലയളവിൽ ഞാൻ സഹോദരിമാരെ പലയിടങ്ങളിൽ പോയി സന്ദർശിച്ച് അവരോട് പറഞ്ഞു, നമുക്കിറങ്ങണം, നമുക്ക് സുവിശേഷം പറയുവാൻ നമുക്ക് മുമ്പോട്ടിറങ്ങണം. അല്ല, ഞാനൊരു 10-40 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം പാസ്റ്റർ അതിരൂപനോടൊപ്പം പലയിടങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനും ട്രാക്റ്റ് കൊടുക്കുവാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ഒരു 15-17 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആരംഭിച്ചത്. അതുമുതൽ ഞാൻ സ്ഥിരം പരസ്യങ്ങൾ ഞാൻ നടത്തുവാൻ. സഹോദരിമാര് ഗ്രൂപ്പായിട്ട് പരസ്യങ്ങൾ നടത്തുന്ന കണ്ടിട്ടുണ്ട്, എന്നാൽ ഒറ്റയ്ക്ക് നടത്താൻ ഒരു പ്രത്യേക ഒരു കൃപയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ എത്ര പരസ്യങ്ങൾ നടത്തിയിട്ടുണ്ടാവും ഇതുവരെ?
ഞങ്ങള് സഹോദരിമാര് മാത്രം ഒരു 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 2000 പരസ്യോഗം ഞാൻ എൻ്റെ കാലയളവിൽ, എൻ്റെ ജീവിത കാലയളവിൽ ഞാൻ നടത്തിയിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. ഞാനങ്ങനെ പരസ്യം ചെയ്യുകയോ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് ഞാൻ വിചാരിച്ചു കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഈ സുവിശേഷ ദൗത്യവുമായിട്ട് പോകണം എന്നുള്ളൊരു വലിയ ചിന്തയാൽ ചില സഹോദരിമാരെ ഞാൻ കൂട്ടി തിരുവനന്തപുരം പാറശാല മുതൽ ഞാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് ബന്ധുടുക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ മുതൽ തിരുവനന്തപുരം മുതൽ പാറശാല മുതൽ ബന്ധുടുക്ക വരെ പരസ്യം നടത്തുവാൻ എന്നെ ദൈവം ഉപയോഗിച്ചു. എനിക്ക് ധൈര്യം തന്നു, ബലം തന്നു. ഒറ്റയ്ക്കാണോ പോകുന്നത് അതോ സഹോദരിമാർ കൂടെ ഉണ്ടാവുമോ? സഹോദരിമാരോടൊപ്പമായിരിക്കും പോകുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് പോയ ചില സന്ദർഭങ്ങളുണ്ട്. കാര്യം ഒരു സുവിശേഷ പ്രവർത്തകർ ചിലര് തിരുവല്ലായുടെ ഒരു പ്രാന്തപ്രദേശത്ത് നിന്നൊരു പരസ്യോഗം നടത്തിയപ്പോൾ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ വന്ന് അവരുടെ മൈക്ക് സെറ്റ് എല്ലാം വാങ്ങിച്ച് കൊണ്ടുപോവുകയും ഇവിടെ നടത്തിയേക്കരുത്, ഇവിടെ യേശുവിനെയൊക്കെ കുറിച്ചൊന്നും നിങ്ങൾക്കൂടെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ പോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മൈക്കെല്ലാം വലിച്ചു പറിച്ചിട്ട് അവരെ അടിച്ചോടിച്ചവരങ്ങ് പേടിച്ച്, പുരുഷന്മാരായതുകൊണ്ട് അവരെ പാവപ്പെട്ട സഹോദരന്മാർ, പാസ്റ്റർമാർ അവരിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിയുമ്പോൾ ചിലർ അങ്ങ് പോകും. അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിനകത്ത് സഹോദരിമാരോട് ഇത്രയും പരിപാടിയൊന്നും നടക്കത്തില്ല, അവരെ അടിക്കാൻ വരത്തില്ല, അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കത്തില്ല എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ഞാൻ സഹോദരിമാരോട് പറഞ്ഞു, എടീ മോളെ, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരോട് പറഞ്ഞു, നമുക്ക് ഇവിടെ കാവുംഭാഗത്തൊരു വലിയൊരു പ്രവർത്തനം നടത്തിയവർ സുവിശേഷന്മാരെ ഓടിച്ചു വിട്ടു, നമുക്കവിടെ പോയി നടത്തണം സഹോദരിമാരെ. അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം അവിടെ നടത്തിയിട്ടുള്ളപ്പോഴും ഒരിക്കലും ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടായില്ല, നമുക്ക് നടത്തണം എന്ന് പറഞ്ഞു. അത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹോദരിമാരെല്ലാം അറിഞ്ഞു ഇവരെ ഓടിച്ചു വിട്ട കാര്യം. ഉടനെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, വാ എന്നോടൊപ്പം ഒന്ന് വാ എന്ന് പറഞ്ഞു. അവരാരും വരാൻ തയ്യാറല്ല. ഒക്കത്തില്ല മാമേ, അവർ വന്ന് എന്തെങ്കിലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അവരെല്ലാം അങ്ങ് മാറിപ്പോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇനി ആരും വന്നില്ലെങ്കിലും ശരി, ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് എൻ്റെ മൈക്ക് സെറ്റുമായി, എനിക്ക് തന്നെ എടുത്ത് പൊക്കി വെക്കാൻ പറ്റത്തില്ല, വലിയൊരു മൈക്ക് സെറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഞാൻ പറഞ്ഞ അത് കഷ്ടിച്ച് വന്ന് എടുത്തൊന്ന് പൊക്കി വെച്ചാൽ സ്റ്റാൻഡിലൊന്ന് വെച്ചതാ എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങ് മാറി നിന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് ആ സ്റ്റാൻഡിൽ വന്ന് എടുത്ത് പൊക്കി, ഞങ്ങൾ രണ്ടും കൂടെ അതിൽ എടുത്ത് പൊക്കി വെച്ചു. എന്നിട്ട് ഞാൻ തന്നെ നിന്ന് അവിടെ ഏകദേശം 1 മണിക്കൂർ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ, അനേക പാട്ടുകൾ പാടുവാൻ, പിന്നെയും പറയാൻ. ഇടയ്ക്കെല്ലാം എനിക്ക് ഭയങ്കര ചുമ വന്നു. ആ ചുമയ്ക്കുന്ന സമയം ഞാൻ ഇങ്ങനെ ചുമച്ചുകൊണ്ട് ഇങ്ങനെ ചുമയ്ക്കും, അതിനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് വീണ്ടും ഞാൻ മാറി നിന്ന് അവിടെ തന്നെ ഒന്ന് ചുമയ്ക്കും. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷിക്കാൻ ദൈവം ഇടയാക്കി. ആ കഴിഞ്ഞ നാളുകളിൽ ദേഷ്യപ്പെട്ടവരും വൈരാഗ്യത്തോടെ ആ സഹോദരന്മാരുടെ അടുത്ത് ചെന്നവരൊക്കെ അക്ഷമരായിട്ട് നിന്ന് എൻ്റെ പാട്ട് കേൾക്കുകയും അവർ സുവിശേഷം കേട്ട് മിണ്ടാതെ നിന്നിട്ട് ഞാൻ അവസാനം ട്രാക്റ്റും കൊടുക്കുവാനിടയായി തീർന്നു. സഹോദരിമാര് നടത്തുന്ന പരസ്യങ്ങൾക്ക് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ ഉയർത്തുന്നതിൽ പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് ഒരാൾ തന്നെ നിന്നങ്ങ് പ്രസംഗിച്ചോട് നിന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. കാര്യം പോകുന്ന വഴിക്ക് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ വലിയ അതിവേഗം ഓടുന്നത് ശക്തിമത്തായതുമാണ്. അതൊരു വാക്ക് കേട്ടാൽ തന്നെ ആ ഹൃദയത്തെ മാറ്റിമറിക്കുവാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു പാട്ടിൻ്റെ ഒരു വരിയാണ് കേൾക്കുന്നെങ്കിലും അവരുടെ ഹൃദയത്തെ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവിടെ നിൽക്കും. അത് ഞാൻ പാടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓരോ സാഹചര്യം അനുസരിച്ച് മുസ്ലിങ്ങൾ കൂടുതലുള്ളിടത്താണ് പോകുന്നതെങ്കിൽ ആ മുസ്ലിങ്ങൾ അവരെ ആകർഷിക്കത്തക്ക നിലയിലുള്ള പാട്ട് ഞാൻ പാടും. മുസ്ലിങ്ങളെ അടുത്ത് പോകുമ്പോൾ പാടുന്ന പാട്ടിന് 4 പേരൊന്ന് പാടിക്കും. അപ്പോൾ ഞങ്ങൾ മുസ്ലിംസൊക്കെ ധാരാളം തിങ്ങി പറക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ദുനിയാവിലെ മനുജനായി പിറന്ന ഉന്നതനാം ഈശ റഹ്മാനെ ഉണ്ട് പ്രിയ കൽബിലൊരാശ നിൻ കൂടെ വാണിടുവാൻ.
അങ്ങനെ പാടുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടെ നിൽക്കുക. അവർ വന്ന് താളം അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടൊപ്പം നിന്ന്. കാര്യം ഞങ്ങളുടെ കയ്യിലൊരു ചിഞ്ചിൽ കാണും, എന്തെങ്കിലും ചിലപ്പോൾ ഒരു ചിഞ്ചിൽ കാണും. അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർ കൂടെ വന്ന് നിന്ന് അതിനകത്തെ ഒരു വരി 1000 ആണ്ടുകൾക്കപ്പുറം ഒരു നാൾ ബെത്ലഹേമിൽ വന്ന് പിറന്ന ഉന്നതനാം ഈശോയെ നിന്നെ വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഇങ്ങനെയുള്ള പാട്ട് പാടുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടെ നിൽക്കുകയും ചെയ്യും. വളരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ചായയൊക്കെ അവർ വാങ്ങിച്ചു തരാറുണ്ട്. ചായ വാങ്ങിച്ചരാ, ചേച്ചി വാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അകത്തേക്ക് അവരുടെ വീട്ടിലേക്കൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ അതിനുള്ള സന്ദർഭങ്ങളൊന്നും ഞങ്ങൾ പോകത്തില്ല. പിന്നെ പെട്ടെന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരേണ്ട ആ ധൃതിയും ഒക്കെ ആകുന്നത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോരും. പരസ്യങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെ ഉപദ്രവിക്കാൻ പൊതുവെ ഇങ്ങനെ സ്ത്രീകളെ അങ്ങനെ ആരും ഉപദ്രവിക്കാറില്ലല്ലോ. എന്നാലും ഭയങ്കരമായിട്ട് ഈ മദ്യപാനികളൊക്കെ, അവർക്ക് ഈ മദ്യപാനികൾ ഏറെ കൂടുതൽ പോകുന്നിടത്ത് ചെന്നാൽ അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ അവരെ ആകർഷിക്കത്തക്ക നിലയിലുള്ള പാട്ടുകൾ ഞാൻ പാടും. അതുപോലെ തന്നെ ലോഡിങ്ങുകാരെ, ഓട്ടോക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അവർക്ക് സുവിശേഷം കേൾക്കാനുള്ള അവസരമില്ല. ഞങ്ങൾ ഓട്ടോക്കാർ 10ഉം 50 ഓട്ടോകൾ കിടക്കുന്ന ആ ഭാഗങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പോയി നിന്ന് പരസ്യം നടത്തും. അപ്പോൾ ആ ഓട്ടോക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പുറകിൽ കുറേ പേര് ഇങ്ങനെ കാണൂല, അവർക്കൊക്കെ കേൾക്കാനുള്ള അവസരമായിരിക്കും. ആ അവസരത്തിൽ ഞങ്ങൾ നന്നായി പാട്ടുപാടും, നല്ല സുവിശേഷം പറയും. പെട്ടെന്ന് ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കും, വേഗം ട്രാക്റ്റ് കൊടുക്കും. അത്രയും സമയം കൊണ്ട് ഞങ്ങൾ സുവിശേഷം പറയും. അങ്ങനെ അവർ പോകുന്നതിനകത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ കേട്ടിരിക്കും. ഓട്ടോക്കാർക്കാണ് ഒരിക്കലും സുവിശേഷം കേൾക്കാനുള്ള അവസരമില്ലാത്തത്. അവരെ കേൾപ്പിക്കാനും പോകും. ലോഡിങ്ങുകാർ ലോഡൊക്കെ ചെയ്യുന്ന ആ പട്ടണത്തിൽ ഒരു ലോഡിങ്ങുകാരുണ്ടെങ്കിൽ അവർ നീലയോ അല്ലെങ്കിൽ ചുവപ്പുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഒരു ഭാഗത്ത് നിൽക്കാമെങ്കിൽ അവർ കേൾക്കത്തക്കവണ്ണം ആ ഭാഗത്ത് ഞങ്ങൾ പോയി സുവിശേഷ പ്രസംഗം നടത്താറുണ്ട്. പെട്ടെന്ന് ട്രാക്റ്റ് കൊടുക്കും. പിന്നെ മദ്യപാനികളാണെങ്കിൽ അവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ സുവിശേഷം പറയാറുണ്ട്. അപ്പോൾ അവരെ ആകർഷിക്കത്തക്കുള്ള പാട്ടുകൾ പാടും. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവ് ആകും. ഉദാഹരണമായിട്ട് ഞങ്ങൾ കൊല്ലത്ത് തില്ലേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, തില്ലേരി. അവിടെ പോയി ഞങ്ങളിങ്ങനെ ഒത്തിരി മദ്യപാനികൾ ഏറെ ഉള്ളൊരു പ്രദേശമാണ് തില്ലേരി. അവിടെ പോയി ഞങ്ങളിങ്ങനെ പരസ്യം നടക്കുമ്പോൾ ഒത്തിരി മദ്യപാനികൾ ഇങ്ങനെ റോഡേ കൂടെ ഒരു വയ്യാറായ സമയത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോഴും ഞങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരുന്ന അപ്പം ഞാൻ മദ്യം നൽകുന്ന സന്തോഷം നിത്യമോ, മദ്യം നൽകുന്ന അനുഭവം സുഖമോ, മദ്യം വരുത്തിയ ദുരന്തങ്ങൾ മറന്നോ, മദ്യം വരുത്തിയ ദുരിതങ്ങൾ മറന്നോ, ഇങ്ങനെയുള്ള പാട്ട് പാടി. അപ്പോൾ ആ മനുഷ്യരെല്ലാവരും ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ പോകുന്നവരൊക്കെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ പറഞ്ഞ് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഒരു മനുഷ്യന് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇങ്ങനെ മദ്യവും അയാൾ കുടിച്ചിട്ട് ഇങ്ങനെ ബാക്കി ഇങ്ങനെ വെച്ചോണ്ട് വരുമായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു വരിയുണ്ട്, സമ്പത്തുകളെല്ലാം കൈവിട്ടു പോയിടും, സന്തോഷം കുടുംബത്തിലില്ലാതെ പോയിടും, സ്വസ്ഥത എന്നത് എന്നേക്കും മാറിയിടും, നിന്നധ്വാന ഫലം മറ്റുള്ളോർ തിന്നിടും, നിന്നുടെ ഭാര്യയോ വീടുകളിൽ അലഞ്ഞിടും, നിന്മക്കൾ തെരുവിൽ അന്തിയുറങ്ങിയിടും. ഈ ഒരു വരി കേട്ടപ്പോഴത്തേന് പുള്ളിക്കാരന് ഭയങ്കര ദേഷ്യമായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ എൻ്റെ ഭാര്യ ഒന്നും വീടുകളിൽ പോകത്തില്ലടി. കാര്യം അവിടെ ഒരു മാതിരി ജീവിക്കാൻ ചുറ്റുപാടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എൻ്റെ ഭാര്യ ഒന്നും വീട്ടിൽ പോകത്തില്ലടി, നിനക്കൂടെ ഞാൻ വേണേ തരാടി പറഞ്ഞ് ആ പുള്ളിക്കാരനെ എന്നെ കൊണ്ട് കുടിപ്പിച്ചേ അടങ്ങും. അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഈ വശത്ത് എൻ്റെ ഈ വശത്ത് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് ബാക്കി പാടും. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ദേഷ്യം വന്നിട്ട് അയാൾ അപ്പുറത്ത് വരും, കുപ്പി ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്ന് നടി കുടിക്കടി എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ പിന്നെ നിൽക്കും. അപ്പം ഞാനത് തിരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കും. അങ്ങനെ ഏകദേശം ഒരു 10-15 മിനിറ്റ് അദ്ദേഹം എന്നെ വിട്ടുപോകാതെ അദ്ദേഹം എത്ര കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടും ഞാനത് മാറ്റിയുമില്ല, ഞാൻ നിർത്തിയുമില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മൈക്ക് കൈമാറിയത്. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നേ? അത് ദൈവത്തിൻ്റെ ഒരു അത്യന്ത ശക്തി നമുക്കുള്ളത് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ദൗത്യം സുവിശേഷം
എന്നത് നാം എല്ലാവരും പറയണം. യേശുവിനെ അറിഞ്ഞ ഓരോ വ്യക്തിയുടെ ഒരു ദൗത്യമാണ്, അത് എൻ്റെ ദൗത്യമാണെന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രതികൂലങ്ങളോ ഈ പ്രശ്നങ്ങളോ ഈ കൊല്ലാൻ വരുന്നെന്നോ തിന്നാൻ വരുന്നെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അങ്ങ് പറഞ്ഞങ്ങ് വിടുന്നത് പോലെ പൂ പോലെ നമ്മളതിനെ അങ്ങ് വിടും. അങ്ങനെ ഒരു കൃപ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളതിനെ അതിജീവിക്കും എന്നുള്ളതാണ്. ഈ പരസ്യങ്ങൾക്കല്ല കവലപ്രസംഗങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ടീമുണ്ടോ? എനിക്ക് സ്ഥിരമായിട്ട് എന്നോടൊപ്പം വരാൻ ഒരു ടീം ഇല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സഹോദരിമാർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഇങ്ങനെ ഞാൻ അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഈ സുവിശേഷമേ നമ്മൾ പലരാണെങ്കിൽ നമ്മൾ സാധാരണ ഈ സഹോദരിമാർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ അവർ വഴിയിൽ നിന്ന് കരയാൻ നോക്കും. അങ്ങനെ ഒരിക്കലും കരയുന്ന ഒരു സുവിശേഷം നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് യേശു അവരുടെ ജീവിതത്തിൻ്റെ അനുഭവം ഒരു പക്ഷേ ഷെയർ ചെയ്തായിരിക്കും, പക്ഷെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എറിക്കത്തില്ലെന്നുള്ളതാണ്. അവർ ഈ കരച്ചിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ അതിനു മുമ്പ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും സുവിശേഷം പറഞ്ഞത്. സുവിശേഷം എന്നത് നമ്മൾ അടി വന്നാലും വെടി വന്നാലും മുന്നോട്ട് വീണ് മരിക്കേണ്ടി വന്നാലും അത് സുവിശേഷം ധീരമായിട്ട് പറയണമെന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. എൻ്റെ കൂടെ ഒപ്പം സ്ഥിരമായിട്ട് വരാൻ ആരുമില്ലെങ്കിൽ തന്നെയും അവിടെ ഇവിടെയായിട്ട് ഒരുപാട് സഹോദരിമാരുണ്ട്. എനിക്ക് ധാരാളം കുറഞ്ഞതൊരു 10-50 സഹോദരിമാർ ഏത് പ്രദേശത്ത് പോയാലും എന്നോടൊപ്പം വരാനും ട്രാക്ട് കൊടുക്കാനും സുവിശേഷം പറയാനും പ്രസംഗിക്കാനും ഞാൻ അവരെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന സഹോദരിമാരുണ്ട്. അവരെന്നോടൊപ്പം വരും. നമ്മുടെ ഇടയിൽ പൊതുവെ സ്ത്രീകൾ പ്രസംഗിക്കുകയും പരസ്യ യോഗങ്ങൾ നടത്തുക അല്ലെങ്കിൽ കവല പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതിന് പൊതുവായ ഒരു എതിരുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും എതിർപ്പുകൾ ആന്റിക്ക് വീട്ടിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അതോ പാസ്റ്റർ നല്ല സപ്പോർട്ടാണോ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാസ്റ്റർ അതിരൂപൻ എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വരാൻ എവിടെ ഇട്ടില്ല ഇങ്ങനെ മീറ്റിങ്ങിന് പോകാൻ സമയത്ത് എൻ്റെ വണ്ടിക്കകത്ത് ഈ സെറ്റുകളെല്ലാം എടുത്ത് വെക്കാൻ എൻ്റെ മോനും എന്നോടൊപ്പം സെറ്റ് എടുത്ത് വെക്കാൻ, അത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വെക്കാൻ, അത് കഴിഞ്ഞിട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് എനിക്ക് പ്രയാസം കൂടാതെ എടുക്കാനുള്ള സൗകര്യം, ഇതിനെല്ലാം വേണ്ടതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവർ രണ്ടുപേരും ചെയ്യും. എൻ്റെ ഭർത്താവും ചെയ്യും, എൻ്റെ മോനും ചെയ്യും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ ഈ പരസ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മൈക്ക് സെറ്റ് ചെയ്ത് തരികയും വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാ സഹോദരിമാർ തന്നെയാണോ? അതെ, ഞങ്ങൾ സഹോദരിമാർ, അതാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഒരിക്കലും പുരുഷന്മാരെ ആരെയും കൊണ്ടുപോകാറുമില്ല, ഞങ്ങളോടൊപ്പം ഒന്നിനും ഞങ്ങളെ വിളിക്കാറുമില്ല. കാര്യം ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഒരു ദേശത്ത് നമ്മളൊരു സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി നമ്മൾ അവിടെ ചെല്ലുന്ന ഉടനെ പുരുഷന്മാരാരാണ് അവർ മൈക്ക് ഓണാക്കുന്നത്, എടുത്തു വെക്കുന്നത്, വണ്ടി ഓടിച്ചത് ആരാണ് എന്നുള്ളതെല്ലാം ഇവർക്ക് ഭയങ്കര ചെക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിടത്ത് പോയാലും പുരുഷന്മാരെ ഞങ്ങൾ കൊണ്ടുപോകാറുമില്ല. അവർക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയും അവർ ദൂരെ മാറി നിൽക്കുന്ന അല്ലാതെ ഞങ്ങളോടൊപ്പം വരത്തില്ല. കാര്യം ഞങ്ങൾ ഈ പരസ്യവും നടത്തുമ്പോൾ എന്തെങ്കിലും എതിരുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ സഹോദരിമാരതിനെ അതങ്ങ് കൈകാര്യം ചെയ്തോളാം എന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങനെ ധൈര്യമായിട്ട് നിന്ന് പരസ്യവും നടത്താറുണ്ട്. ഞങ്ങൾ തന്നെത്താനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. എവിടെ എത്ര കിലോമീറ്റർ പോകണമെങ്കിൽ, എത്ര ദിവസങ്ങൾ യാത്ര ചെയ്യണമെങ്കിലും വണ്ടി ഓടിക്കാനായാലും മൈക്ക് സെറ്റ് ചെയ്യാനായാലും എല്ലാത്തിനും ഞങ്ങൾ തന്നെത്താനാകും. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നിന്ന് അങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യകാലങ്ങൾക്ക് വലിയ ഭക്തിയായിരുന്നു. കാര്യം ഈ സുവിശേഷം ഞങ്ങൾ നല്ല വെള്ള ഡ്രസ്സും ഒക്കെ അങ്ങോട്ടിട്ട് തലേ തുണിയൊക്കെ ഇട്ട് നിന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് കേൾക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഞങ്ങളിൽ ആദ്യമേ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങുമ്പം ഇറങ്ങിയേക്കുവാ അവന്മാരൊക്കെ ഇത്ര നാൾ ഇവന്മാരെ എല്ലാം ഞങ്ങൾ അടിച്ച് ഒതുക്കി വെച്ചേക്കാം, ഇപ്പൊ അവന്മാരെല്ലാം അവളുമാരെ പറഞ്ഞു വിട്ടേക്ക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കേൾക്കുമെന്ന് പറയും. അവളുമാരെ പറഞ്ഞു വിട്ടേക്ക, അവന്മാരെല്ലാം ഞാൻ ശരിയാക്കി അവന്മാരെല്ലാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതന്നെ വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുക, ഞങ്ങളെല്ലാം ഇപ്പൊ അങ്ങോട്ട് ക്രിസ്ത്യാനിയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചെവിക്കീഴി വന്ന് പറയും. അത് പറയുന്നോടനെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഇത് കേട്ട് ഞങ്ങൾ ഈ പ്ലാനുകളെല്ലാം അങ്ങ് മാറ്റി. ഞങ്ങൾ വെള്ളസാരിയൊക്കെ കൊണ്ട് മാറ്റിയിട്ട് ഏറ്റവും 25,000 രൂപയുടെ വിലയുള്ള സാരി ഉണ്ടെങ്കിൽ അതും അങ്ങോട്ട് കൊടുത്ത് ഭയങ്കര കളർഫുള്ളായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ. എല്ലാവരും വന്നിങ്ങനെ നോക്കുമോ, ചിലരാണെങ്കിൽ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കാനോട് അയ്യോ തള്ള നന്നായിട്ട് പാടുകൂടാന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പാത്ത് നിന്ന് കേൾക്കും. എല്ലാ പാട്ടുകളും പാത്ത് നിന്ന് കേൾക്കും. എന്നിട്ട് പറയണ്ട തള്ള നന്നായിട്ട് പാടുന്നുണ്ടെന്ന് പറയും. അത് കേൾപ്പിക്കാനാണ് ഞാൻ സൂപ്പർ പാട്ട് അവരെ കേൾക്കാൻ പാടും. അതെന്ന് പറഞ്ഞാൽ
അവരുടെ ഇപ്പം ഞാൻ മാവേലിക്കര പോകുമ്പോൾ മാവേലിക്കര ഒരു സ്ഥലമുണ്ട്, മാവേലിക്കരയ്ക്ക് അടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അവിടെ ആ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ മൂട്ടിൽ ഞാൻ നിന്നിങ്ങനെ പരസ്യവും നടത്തുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. വേറൊരു സഹോദരി ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ പ്രസംഗിക്കാൻ. ഒരു അമ്പലത്തിൻ്റെ വാതിക്കലാണ്, അതിൻ്റെ മുമ്പിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന് അവിടെ നിന്ന് ആ പോറ്റി ഇറങ്ങി വന്നിട്ട് പതുക്കെ, ഞാൻ നല്ല മൈക്ക് സെറ്റായിരുന്നു. അപ്പോൾ ആ പോറ്റി ഇറങ്ങി വന്നിട്ട് വളരെ ശാന്തതയോടെ എന്നെ നോക്കിയിരുന്നു. അപ്പം ഞാൻ ഒരു പാട്ടങ്ങോട്ട് തുടങ്ങി. പാരിൽ പാപമില്ലാതെ പുരുഷരില്ലായകയാൽ നേരായി മരണം നമ്മിൽ ഘോരമായി വരികയാൽ പാരം പെരുക കൃപ താരൻ നീതിയെ സുധാ, പാരം പെരുക കൃപ താരൻ നീതിയെ സുധാ, സാരമേധത്താൽ പൂരണം ചെയ്തു നാഥൻ. ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുമീ വചനം. അങ്ങനെ ക്ലാസിക്കൽ ടൈപ്പിൽ ഞാൻ പാടിയപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ വാതൊക്കെ വന്നിങ്ങനെ ഞാൻ പാടി തീർന്നും വരെയും അത് മുഴുവൻ കേട്ടു, പാട്ടും കേട്ടു, എൻ്റെ പ്രസംഗവും കേൾക്കുവാനിടയായി. ആരും ഞങ്ങളെ അങ്ങനെ വന്ന് ദ്രോഹിച്ചതായിട്ടോ അങ്ങനെ വന്ന് എതിർപ്പെടുകയായിട്ടോ ഒന്നും ചെയ്യായിട്ടൊരു അനുഭവം എനിക്കില്ല. നമ്മൾ ഒരുമിച്ചൊരു പരസ്യത്തിന് പോയിട്ടുണ്ട്. അതെ, സ്ഥലം ഒരുമിച്ചോ? പലയിടങ്ങളിൽ പോയിട്ടുണ്ടല്ലോ, ഒരുമിച്ച് ഒരിടത്ത് മാത്രമല്ല. കോട്ടയത്തിനടുത്ത് അത് പാമ്പാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കോട്ടയം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തെ പിള്ളേരുടെ കൂടെ അവിടെ പോയിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പരസ്യത്തിന്. ഓർമ്മയില്ലേ? ആ, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പരസ്യം നടത്തും പോയിട്ടുണ്ട്. ഞാൻ വിളിക്കും ചിലപ്പോഴ്, ഫ്രണ്ട്സി വാ, സമയം ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് എങ്ങനെയുള്ള സമയം കണ്ടെത്തി എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുള്ള പാട്ടുകളാണ് പാടുന്നത്. അതെ അതെ. പ്രധാനമായിട്ട് പരസ്യങ്ങൾക്ക് പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാ? അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഓരോ സാഹചര്യം അനുസരിച്ച്. ഇപ്പം മുസ്ലിങ്ങളുടെ എടുത്താൽ അവരാണ് കൂടുതൽ ആ ഏരിയയെങ്കിൽ അവരുടെ കേൾവിക്കനുസരിച്ചുള്ള പാട്ട് പാടും. ഹിന്ദുക്കളാണ് കൂടുതൽ അവിടെ പാർക്കുന്നതെങ്കിൽ അങ്ങനെ പാടും. അതല്ല ഇനിയിപ്പം മദ്യപാനികളാണെങ്കിൽ അവരുടെ ഇതനുസരിച്ച് പാടും. പിന്നെ സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ മരണത്തെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു നമുക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെയുള്ള ഓർപ്പിക്കുന്നതായ പാട്ടുകൾ പാടും. ചങ്കു തുറന്നതാണേ നിനക്കവൻ തന്നുയർ തന്നതാണേ, നോവിലുലയും പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ എന്നിങ്ങനെയുള്ള പാട്ട് പാടും. അതായത് കർത്താവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ആകർഷിക്കത്തക്കൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നതെങ്കിൽ പലരും കേൾക്കാനുണ്ടെങ്കിൽ അവർക്ക് യേശുവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള പാട്ടുകൾ പാടും. അങ്ങനെ ധാരാളം പാട്ടുകളുണ്ട്. പിന്നെ മരണത്തെക്കുറിച്ചുള്ള അവരുടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നിന്നെ സ്നേഹിക്കുമെങ്കിലും ആ സ്നേഹം ശവക്കുഴി കൊണ്ട് തീരുന്നതാണെന്നുള്ള ആ ഭാഗം വരുമ്പോൾ അതനുസരിച്ചുള്ള പാട്ട് പാടും. ആന്റിയുടെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതായത് സകല മനുഷ്യരും പാപികളായിരുന്നപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യന്റെ വേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. അത് എന്നെയും നിന്നെയും സ്നേഹിച്ചായിരുന്നു അതാണ് യേശു ക്രിസ്തു മനുഷ്യ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഞങ്ങളുടെ പ്രസംഗ വിഷയം. അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ഒരു പാട്ട് ഞാൻ പാടുമ്പം യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷ നാമമേ, കേട്ടിട്ടില്ലേ? അല്ലേ? നമ്മൾ രണ്ടുപേരും കൂടെ അടുത്തടുത്ത് നിന്ന് പാടിയിട്ടുണ്ടല്ലോ അല്ലേ? നാശം ഉണ്ടാക്കും പാപനാശം വരുത്താൻ പരമേശൻ ജഗത്തിൽ മർത്യവേഷം ധരിച്ചു വന്ന യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷ നാമമേ. അങ്ങനെ യേശു ക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വന്നു എന്നുള്ളത് അവതരിപ്പിക്കാനായിരിക്കും ഒരു കാരണം. പിന്നെ മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് അല്പകാലം മാത്രമുള്ള മനുഷ്യന്റെ ജീവിതയാത്രയിൽ മരണത്തോടുകൂടെ ഈ ലോകത്തിലെ നിന്റെ ജീവിതം നീ അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. നിന്റെ ഈ ലോകത്തുള്ള മരണം കഴിഞ്ഞാൽ ഉടൻ
അടുത്തൊരു ലോകത്തിൽ നിന്ന് ജീവിതം ആരംഭിക്കുകയാണ് എന്നുള്ളതനുസരിച്ചുള്ള പാട്ട് പാടും ഞാൻ. ആന്റി ഈ ഗാനങ്ങളൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ടോ? എൻ്റെ പിതാവ് ഒരു ഭാഗവതര് പാട്ടുകാരനായിരുന്നു. ഞങ്ങൾ 8 പേരുണ്ട്. 8 പേരും നന്നായിട്ട് പാടുന്നവരാണ്. ഞങ്ങൾക്ക് ദൈവം അങ്ങനെ ഒരു കഴിവ് തന്നൊക്കെ ഒരു പാട്ട് കേട്ട ഉടനെ പെട്ടെന്ന് അതിൻ്റെ ട്യൂണിങ് പിടിച്ചെടുക്കും. അതൊരു പ്രത്യേക ഒരു കഴിവ്. അത് കൊച്ചിലെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ട് പാടി തീരുമ്പോൾ അത് എഴുതുകയും തീരുമായിരുന്നു. അത്ര സ്പീഡിൽ എഴുതുകയും ചെയ്യുമായിരുന്നു, പാട്ട് എഴുതുകയും ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. പിന്നെ എവിടെയെങ്കിലും ഇപ്പം ഈ അനേകര് പലയിടങ്ങളിൽ പല പാട്ടുകൾ പാടുമ്പോൾ ഓരോ പാട്ട് പാടുമ്പോഴും അത് എവിടെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം ഞാനത് പെട്ടെന്ന് പിടിച്ചെടുക്കും. അതല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് പ്രയോജനപ്പെടും എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടനെ ഞാൻ പെട്ടെന്ന് അത് എൻ്റെ മൊബൈൽ എടുത്ത് ഞാനത് പെട്ടെന്ന് അങ്ങ് പിടിച്ചെടുത്തിട്ട് ഇപ്പം അത്രയും പ്രായമൊക്കെ ആയപ്പോഴത്തേന് വേഗം അത് എൻ്റെ മനസ്സിൽ കിട്ടാത്തത് കൊണ്ട് ഞാനതങ്ങനെ പിടിച്ചെടുക്കും. അങ്ങനെയൊക്കെ എങ്ങനെയായാലും ഞാൻ പെട്ടെന്ന് പഠിച്ചിരിക്കും. അങ്ങനെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രിയ വത്സമ ആന്റി വിശ്വാസത്തിലേക്ക് വന്നത്. അനേക ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്കത് കേൾക്കാം. അതിനു മുൻപ് വത്സമ ആന്റിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.